മറ്റൊരു മഹാകുംഭമേളയ്ക്കൊരുങ്ങുകയാണ് ഉത്തർപ്രദേശും പ്രയാഗ്രാജും. ഫെബ്രുവരി 26 വരെ നീണ്ടുനിൽക്കുന്ന തീർത്ഥാടന ദിനങ്ങൾ. ഹൈന്ദവ വിശ്വാസത്തിൽ വലിയ പ്രാധാന്യമുള്ള മഹാകുംഭമേളയാണ് ലോകത്തെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളന വേദിയെന്ന് കരുതപ്പെടുന്നു. പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിൻ എന്നീ പുണ്യനഗരങ്ങളിലാണ് കുംഭമേളകൾ നടക്കുക. ഹൈന്ദവ വിശ്വാസപ്രകാരം പാലാഴി മഥനത്തിലൂടെ ലഭിച്ച അമൃതിനായി ദേവന്മാരും അസുരന്മാരും യുദ്ധം ചെയ്തപ്പോൾ 4 ഇടങ്ങളിലായി അമൃതിന്റെ തുള്ളികൾ വീണെന്നും അത് പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിൻ എന്നീ സ്ഥലങ്ങളിലാണെന്നുമാണ് വിശ്വാസം. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു അത്. മനുഷ്യന്റെ 1 വർഷം ദേവന്മാർക്ക് 1 ദിവസമാണെന്നാണ് വിശ്വാസം. അതിനാലാണ് ദേവന്മാരുടെ 12 ദിവസം എന്ന വിശ്വാസത്തിൽ 12 വർഷം കൂടുമ്പോൾ മഹാകുംഭമേളകൾ നടക്കുന്നത്. വിശ്വാസപ്രകാരം ചന്ദ്രദേവന് സംഭവിച്ച അബദ്ധമാണ് ഈ മഹാസംഗമത്തിന് കാരണമായത്. പാലാഴി മഥനത്തിലൂടെ ലഭിച്ച അമൃത് ഇന്ദ്രപുത്രനായ ജയന്ത് ചന്ദ്രദേവന് കൈമാറി. അപ്പോഴാണ് ഈ 4 ഇടങ്ങളിലേക്ക് തുള്ളികൾ വീണതെന്നാണ് ഐതിഹ്യം. ഈ തവണത്തെ മഹാകുംഭമേളയുടെ പ്രത്യേകതയായി വിശ്വസിക്കുന്നത് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനമാണ്. സൂര്യനും ചന്ദ്രനും ശനിക്കും വ്യാഴത്തിനുമൊപ്പം പുണ്യനക്ഷത്രം കൂടി നേർരേഖയായി എത്തുന്ന അപൂർവ നിമിഷമാണ് ഈ മഹാകുംഭമേളയെ സവിശേഷമാക്കുന്നത്. 144 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു വൈശിഷ്ട്യമെന്ന് ഹൈന്ദവ ആചാര്യന്മാർ പറയുന്നു. 4 പുണ്യനഗരങ്ങളിലൂടെ ഒഴുകുന്ന നദികളിൽ കുംഭമേളയുടെ സമയത്ത് സ്നാനമെടുത്താൽ മൃത്യുവിനെ ജയിക്കുമെന്നാണ് വിശ്വാസം. കുംഭമേളകൾക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ ചൈനീസ് യാത്രികൻ സുവാൻസാങ് ആണ് ആദ്യമായി കുംഭമേളയെക്കുറിച്ച് പരാമർശിക്കുന്നത്. പ്രയാഗ്രാജിലെ ഗംഗ, യമുന, സരസ്വതി നദികളുടെ ത്രിവേണി സംഗമത്തെക്കുറിച്ചും സുവാൻസാങ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഋഗ്വേദത്തിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുള്ള സരസ്വതി നദി പിന്നീട് അപ്രത്യക്ഷമായെന്നാണ് നിഗമനം. അന്ന് 5 ലക്ഷത്തിലേറെ പേർ പുണ്യസ്നാനം നടത്തിയെന്നാണ് ചൈനീസ് യാത്രികന്റെ പരാമർശം. എന്താണ് കുംഭമേളയും മഹാകുംഭമേളയും തമ്മിലുള്ള വ്യത്യാസം? 12 പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷമാണ് മഹാകുംഭമേള നടക്കുക. 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്നതാണ് പൂർണ്ണ കുംഭമേള. അതായത് മഹാകുംഭമേള നടക്കുന്നത് 144 വർഷം കൂടുമ്പോൾ മാത്രം. ഓരോ 4 വർഷത്തിലും പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിൽ കുംഭമേളകൾ നടക്കും. പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമതീരം, നാസിക്കിലെ ഗോദാവരി നദീതീരം, ഉജ്ജയിനിലെ ക്ഷിപ്ര നദീതീരം, ഹരിദ്വാറിലെ ഗംഗാതീരം എന്നിവയാണ് കുംഭമേളകളുടെ വേദികൾ. എന്നാൽ പൂർണ്ണ കുംഭമേള നടത്തുക പ്രയാഗ്രാജിൽ മാത്രമാണ്. കുംഭമേളയ്ക്കും പൂർണ്ണ കുംഭമേളയ്ക്കും മഹാകുംഭമേളയ്ക്കും പുറമെ അർദ്ധകുംഭമേളയും ഉണ്ട്. ഹരിദ്വാറിലും പ്രയാഗ്രാജിലുമായി 6 വർഷത്തെ ഇടവേളകളിലാണ് അർദ്ധകുംഭമേള. എങ്ങനെയാണ് മഹാകുംഭമേളയുടെ തീയതി നിശ്ചയിക്കുന്നത്? സന്യാസികളുടെ സമൂഹമായ അഖാരകൾ ചില മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് മഹാകുംഭമേള നിശ്ചയിക്കുന്നത്. വ്യാഴം സൂര്യനും ചന്ദ്രനുമായി പ്രത്യേക സ്ഥാനം പങ്കുവെക്കുമ്പോഴാണ് മഹാകുംഭമേള. ഈ സവിശേഷ വിന്യാസം നടക്കുമ്പോൾ ഭൂമിയിലെ വൈദ്യുത കാന്തിക മണ്ഡലങ്ങൾ സ്വാധീനിക്കപ്പെടുമെന്നാണ് വിശ്വാസം. സന്യാസി വര്യന്മാർ നദീതീരത്തേക്ക് ഘോഷയാത്രയായി എത്തി സ്നാനം നിർവഹിക്കുന്ന ഷാഹി സ്നാനാണ് മഹാകുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ആനയും കുതിരയും രഥങ്ങളുമെല്ലാം അണിനിരക്കുന്ന പേഷ്വായി ഘോഷയാത്രയാണ് മറ്റൊരു പ്രധാന ചടങ്ങ്. പ്രയാഗ്രാജ് പൂർണ്ണമായും മഹാകുംഭമേളയ്ക്കുള്ള വേദിയായി പരിണമിച്ചു കഴിഞ്ഞു. 40 കോടിയിലേറെ ഭക്തജനങ്ങൾ അലഹബാദിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് കണക്കുകൂട്ടൽ.